ഹലോ ഹായ്, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ക്യൂൻ സെൽ അല്ലെങ്കിൽ റാണിയുടെ മുട്ടയെന്ന് പറയുന്നത്. ഇത് ഒരു കൂട്ടിൽ ഒരു റാണി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. എപ്പോഴെങ്കിലും റാണി നഷ്ടപ്പെട്ടു പോയാൽ വേലക്കാരി ഈച്ചകളാണ് പിന്നീട് ക്യൂൻ സെൽ നിർമ്മിക്കുന്നത്. ഇതാണ് എപ്പോഴും അടയുടെ ഏറ്റവും അടിഭാഗത്തായിട്ടായിരിക്കും ക്യൂൻ സെൽ കാണുന്നത്. നല്ല വലിപ്പത്തിൽ നീണ്ടിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. ഇതിങ്ങനെ വലിപ്പം വയ്ക്കാൻ കാര്യം സാധാ പുഴുവിനെയാണ് ഇത് റാണിയാക്കി മാറ്റുന്നത്. അതിനൊരു പ്രത്യേക ഫുഡ് കൊടുക്കും. അതിനെ റോയൽ ജെല്ലി എന്നാണ് പറയുന്നത്. പൂമ്പൊടിയും ഈ വേലക്കാരി ഈച്ചകളുടെ ബ്രെയിനിൽ നിന്നൊരു സ്രവവും തേനും ചേർത്താണ് അതുണ്ടാക്കുന്നത്. ഈ റോയൽ ജെല്ലി കഴിക്കുന്ന സാധാ പുഴുക്കളാണ് പിന്നീട് റാണിയായി മാറുന്നതും. അതിന് സാമാന്യം നല്ല വലിപ്പം കാണും. സാധാ വേലക്കാരി ഈച്ചകളുടെയും വലിപ്പമാണ് റാണി ഈച്ചയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും വലിയൊരു ക്യൂൻ സെല്ലും ഉണ്ടാവുന്നത്. ഇങ്ങനെ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള സെല്ലുകളെല്ലാം ആ റാണി തന്നെ നശിപ്പിക്കും. പിന്നെ സെറ്റായി കഴിഞ്ഞാൽ ഇതേ വളരെ പെട്ടെന്ന് തന്നെ അത് എണ്ണ ചേർന്ന് പിന്നെ ഇതേ മുട്ടയിട്ട് വീണ്ടും വളരെ ശക്തമായി ആ കൂട് വലുതാക്കി കൊണ്ടുവരും. ഇപ്പോൾ ഇതിൽ ക്യൂൻ സെറ്റായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.